യശയ്യ അധ്യായം 64. അയ്യോ, ജാതികൾ തിരുമുമ്പിൽ വിറയ്ക്കത്തക്കവണ്ണം നിന്റെ നാമത്തെ നിന്റെ വൈരികൾക്ക് വെളിപ്പെടുത്തുവാൻ തീയിൽ ചുള്ളിയെത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും മലകൾ നിന്റെ മുമ്പിൽ ഉരുകിപ്പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളായിരുന്നു. നിങ്ങൾ വിചാരിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങൾ നീ പ്രവർത്തിച്ചപ്പോൾ നീ ഇറങ്ങി വരികയും മലകൾ തിരുമുമ്പിൽ ഉരുകി പോവുകയും ചെയ്തുവല്ലോ. നീ അല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. സന്തോഷിച്ച് നീതി പ്രവർത്തിക്കുന്നവരെ നീ എതിരെടുക്കുന്നു. അവൻ നിന്റെ വഴികളിൽ നിന്നെ ഓർക്കുന്നു. നീ കോപിച്ചപ്പോൾ ഞങ്ങൾ പാപത്തിൽ അകപ്പെട്ടു. ഇതിൽ ഞങ്ങൾ ബഹുകാലം കഴിച്ചു. ഞങ്ങൾക്ക് രക്ഷയുണ്ടാകുമോ? ഞങ്ങളെല്ലാവരും അശ്വതിനെ പോലെ ആയിത്തീർന്നു. ഞങ്ങളുടെ നീതി പ്രവൃത്തികൾ ഒക്കെയും കര വിരണ്ട തുണി പോലെ ഞങ്ങളെല്ലാവരും ഇതുപോലെ പാടിപ്പോകുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ കാറ്റുപോലെ പറപ്പിച്ച് കളയുന്നു. നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവനും നിന്നെ മുറുകെ പിടിപ്പാൻ ഉത്സാഹിക്കുന്നവനും ആരുമില്ല. നിന്റെ മുഖം ഞങ്ങൾ കാണാതെ നീ മറച്ചു വെച്ചു. ഞങ്ങളുടെ അകൃത്യങ്ങൾക്ക് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. എങ്കിലോ യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണ്, നീ ഞങ്ങളെ മനയുന്നവനുമാകുന്നു. ഞങ്ങളെല്ലാവരും നിന്റെ കൈപ്പന എത്രേ. യഹോവേ, ഉഗ്രമായി കോപിക്കരുതേ, അകൃത്യം എന്നേക്ക് ഓർക്കരുതേ. അയ്യോ, കടാശിക്കണമേ, ഞങ്ങളെല്ലാവരും നിന്റെ ജനമല്ലോ. നിന്റെ വിശുദ്ധ നഗരങ്ങൾ ഒരു മരുഭൂമിയായിരിക്കുന്നു. സിയോൻ മരുഭൂമിയും യെരൂശലേം നിർജ്ജന പ്രദേശവുമായി തീർന്നിരിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ നിന്നെ സ്തുതിച്ചു പോന്നിരുന്നതായി വിശുദ്ധിയും ഭംഗിയുമുള്ള ഞങ്ങളുടെ ആലയം തീക്കിരയായി തീർന്നു. ഞങ്ങൾക്ക് മനോഹരമായിരുന്നതൊക്കെയും ശൂന്യമായി കിടക്കുന്നു. യഹോവേ, നീ ഇത് കണ്ട് അടങ്ങിയിരിക്കുമോ? നീ മിണ്ടാതിരുന്ന് ഞങ്ങളെ അതികഠിനമായി ക്ലേശിപ്പിക്കുമോ?